നമ്മുടെ അമ്പലത്തിലേക്കുള്ള എൻട്രൻസ് ആണിത്. ഏകദേശം 200ഓളം സ്റ്റെപ്പുകളുണ്ട് ഇവിടെ. ഞങ്ങൾ കറക്റ്റായിട്ട് എണ്ണിയിട്ടില്ല, പക്ഷേ ഏകദേശം ഒരു 200 സ്റ്റെപ്പിൻ്റെ അടുത്തുണ്ട്. താഴത്തോട്ടുള്ള വ്യൂ ആണിത്. അത്യാവശ്യം രാവിലെ നേരത്തെ വരികയാണെങ്കിൽ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. പിന്നെ ഈവനിങ്ങിൽ നന്നായിട്ടുണ്ടാകും. ഉച്ച നേരത്താണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ടയേർഡായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, ഗൈസ്, നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് കേരള പഴനി എന്നറിയപ്പെടുന്ന മുരുകൻ ടെമ്പിളിലാണ്. നമുക്ക് വ്യൂ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതാണ് ടെമ്പിൾ, നമ്മൾ വന്നിരിക്കുന്ന ടെമ്പിൾ. ഇതൊരു ആധുനിക രീതിയിൽ കെട്ടി വെച്ചിരിക്കുന്ന ഒരു ടെമ്പിളാണ്. പെയിൻറ്റിങ്സ് എല്ലാം നമ്മുടെ കേരളത്തിലെ അമ്പലങ്ങൾ പോലെയല്ല, നമ്മുടെ എന്താ പറയുക, തമിഴ്നാട്ടിലുള്ള ടെമ്പിളിൻ്റെ ഒരു സ്റ്റൈലിലാണ് ഫുള്ള് കെട്ടി വെച്ചിരിക്കുന്നത്. പിന്നെ ഉള്ളിലും അങ്ങനെ തന്നെയാണ്. ഏകദേശം ഒരു ചെറിയ കുന്നിൻ്റെ മുകളിലാണ് ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് രാവിലെ നേരത്താണ്. ഏതാണ്ട് ഉഷപൂജയൊക്കെ തീർന്നിട്ടുണ്ട്. മണിയുടെ ശബ്ദമൊക്കെ എടുക്കുന്നുണ്ട്. ഇത് വളരെ മാർക്കറ്റ് ഓറിയൻറ്റഡ് ടെമ്പിൾ ആണെങ്കിലും കാണാൻ നല്ല വിസിബിലിറ്റി ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിലൂടെ ഫേമസ് ആയിട്ടാണ് ഞങ്ങൾ വന്ന് വിട്ടത്. ഒരു സാധാരണ ടെമ്പിൾ, നമ്മുടെ ഒരു നാട്ടുപുറത്ത് അമ്പലത്തിൽ പോയാൽ കിട്ടുന്ന ഒരു വൈബൊന്നും ഈ അമ്പലത്തിനില്ല. അതൊരു സത്യാവസ്ഥയാണ്. നമ്മുടെ പൂജാരിയും വിളക്കും തീർത്തും എല്ലാം കിട്ടുന്ന നാട്ടുപുറത്തൊരു അമ്പലത്തിൽ പോലെ രാവിലെ എണീറ്റ് കുളിച്ച് തോന്നുന്ന ആ ഒരു വൈബൊന്നും ഇവിടെ വന്നല്ല. എന്നാൽ ഇൻസ്റ്റാഗ്രാമബിളാണ്. കാരണം ഭയങ്കര രസമായിട്ടുള്ളൊരു സൺസെറ്റ്, സ്റ്റെപ്പ്, അങ്ങനെ എല്ലാം ഉണ്ട്. കളർഫുൾനെസ്സും ഉണ്ട്. എങ്ങോട്ട് തിരിഞ്ഞാലും ഫ്രെയിമും എല്ലാം ആണ്. പക്ഷേ ഒരു ഡിവോഷണൽ മോഡിൻ്റെ ഒരു ലാഗ് നല്ലോണം ഉണ്ട് ഈ ടെമ്പിളിൽ. ഇവിടെ സൺറൈസ് കാരണം എന്താ പറയുക, ഷിബിന് മുണ്ടിട്ടിട്ട് വരണമെന്ന് പോലും തോന്നിയില്ല അമ്പലത്തേക്ക് വരുമ്പോൾ. ഞാൻ മുണ്ട് കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അല്ല, മുണ്ട് ഞാൻ പൊതുവേ എടുക്കാറില്ല. പക്ഷേ സംഭവം എന്താ വെച്ചാൽ, ഇവിടെ മോർണിംഗ് സൺറൈസ് ആണെങ്കിലും സൺസെറ്റ് ആണെങ്കിലും അത്യാവശ്യം വ്യൂ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. ബാക്ക് സൈഡ് പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സൺറൈസ് കാണാൻ പറ്റും. പിന്നെ ഇവിടെ കുറച്ച് മുടി വെട്ടാനൊക്കെ സ്ഥലമൊക്കെ ഉണ്ട്. വേണമെങ്കിൽ മുട്ട അടിക്കാൻ പറ്റും. കാവടിയുണ്ട്, അങ്ങനെ എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ദൈവങ്ങളും ഉണ്ട് ഇവിടെ. ഏകദേശം ശിവനുണ്ട്, പാർവതിയുണ്ട്, അയ്യപ്പനുണ്ട്, മുരുകനുണ്ട്, ഗണപതിയുണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് നമ്മൾ ഈ കാണുന്ന ഈ ആൽമരമാണ്. ഈ ആൽമരം അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഇവിടെ നിന്ന് നിങ്ങൾക്കിപ്പോൾ ഗേൾസ് ആണെങ്കിൽ ഇവിടെ വന്ന് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ എടുക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ്.